ഏകദേശം 10 വർഷം മുമ്പാണ് അമീറിനെയും സുദേവിനെ വെച്ച് സിനിമ ചെയ്തത്. അവിടുന്ന് ഈ 2025 എത്തുമ്പോൾ അമീർ എന്ന് പറയുന്ന ഒരു നടനിലെ ഒരു വളർച്ച എങ്ങനെ കാണുന്നു ഇപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ? ഇപ്പൊ അദ്ദേഹം ചോദിച്ചത് തന്നെ അതിനകത്ത് കാര്യമാണ്. കാരണം ഈ ഒരു മൗനമായിട്ടിരിക്കുന്ന സമയത്തും അമീർ എന്തിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അതെനിക്കറിയാം. കാരണം ഈ സിനിമയുടെ തുടക്കം മുതൽ ഇപ്പോൾ ഈ സമയം വരെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കഥാപാത്രത്തിന് വേണ്ടി മാത്രമല്ല ഈ സിനിമയുടെ ഒരു പൂർത്തീകരണത്തിന്. അതൊരു നടനെ സംബന്ധിച്ചോളം ഇന്നൊരു വലിയ ആവശ്യമാണ്. ഇപ്പം അഭിനയിച്ചിട്ട് ചായം കഴുകിക്കളഞ്ഞ് AC റൂമിലേക്ക് മടങ്ങി പോകുന്നതല്ല ഒരു നടൻ. ആ സിനിമ തിയേറ്ററിൽ എത്തിച്ച് വിജയിക്കാനുള്ള ഒരു ശ്രമം പോലും നടന്റെ ഭാഗത്തുനിന്ന് വേണം. അവസരം കിട്ടാതെ മാത്രമല്ല അമീറിന്റെ ഒരു ഇതെന്ന് തോന്നുന്നു. അമീർ അതിനുവേണ്ടി എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വല്ലാത്തൊരു മച്യൂരിറ്റിയാണ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ അമീർ ഈ ഒരു ക്യാരക്ടറിലേക്ക് പപ്പേട്ടനെ സജസ്റ്റ് ചെയ്തത് അമീർ എന്ന് പറഞ്ഞു. അപ്പോൾ അമീറിൻ്റെ കൂടെ അഭിനയിച്ച വേറെയും നടന്മാരുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ തന്നെ സജസ്റ്റ് ചെയ്യാൻ കാരണം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണോ അതോ അത് പ്രൊഫഷണൽ ഒരു ക്യാരക്ടറിന് ആപ്റ്റാന്ന് തോന്നിയത്? എന്താണ് എൻ്റെ റീസൺ? അതിന്റെ മറുപടി ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ മൈ ലൈഫ് പാർട്ണറിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യേണ്ട മലയാളത്തിൽ ഇന്നത്തെ 2 സൂപ്പർ താരങ്ങളാണ്. അവരെ പുറകെ ഞാൻ 2 വർഷമായിട്ട് നടന്നതാണ്. എനിക്ക് ഡേറ്റ് തരുന്നത് അതിലൊരു നടൻ മാന്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഞ്ജലി മേനോൻ ചെയ്യുന്ന ഒരു സിനിമയിലെ ഒരു വളരെ പ്രധാന കഥാപാത്രം ചെയ്യേണ്ടതുകൊണ്ട് താങ്കളുടെ സിനിമയുടെ സബ്ജക്ട് ഇഷ്ടപ്പെട്ടിട്ടും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ മറ്റൊരു പ്രധാന നടൻ അദ്ദേഹം അതേ വർഷം തന്നെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ കഥാപാത്രത്തിന്റെ ട്രാൻസ്ഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കും എന്നെ ഇട്ട് നടത്തി അവസാനം ഞാൻ പലരുടെയും കാലം പിടിച്ചു. ഇപ്പോഴത്തെ പല താരം എനിക്കൊന്ന് അവസരം തരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി തയ്യാറായി വന്ന ഒരു നടൻ അമീറാണ്. പിന്നെ കണ്ടെത്തിയതാണ് സുദേവിനെ. അപ്പം അമീർ വിളിച്ചാൽ ചെല്ലുക എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഡ്യൂട്ടിയാണെന്ന് കരുതിയാണ് ഞാൻ ആ വിളിയിൽ ഓടിച്ചത്. അതിൽ പറഞ്ഞാൽ തന്നെ ഞാനൊറ്റ കോള് പുള്ളിനെ ചെയ്തോളൂ. അപ്പോൾ അതിൽ എന്താണ് ഏതാണ് ഒന്നും ചോദിക്കാതില്ല. ഞാൻ പറയും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്, നല്ലൊരു ക്യാരക്ടറാണ്, അല്ല ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, നിനക്ക് ഓക്കെയാണോ? പറഞ്ഞാൽ എനിക്ക് ഓക്കെയാണോ? ഞാൻ വേറെ അതിൽ മറുത്തൊരക്ഷരം അത് ഒരുപാട് വലിയ വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളൊരു ടീം വർക്കായിരുന്നു അതിൽ. അവിടെ നമ്മളിൽ ഒരാളായിട്ട് അത്രയും വന്ന് പുള്ളി അതിന് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയൊരു താങ്ക്സ് ചെയ്യാൻ ഒരുപാട് ചുമ്മാ പറഞ്ഞില്ല, ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് ഇപ്പോൾ പറഞ്ഞില്ല, ബന്ധത്തിൻ്റെ പുറത്താണ്. അല്ലാതെ പപ്പേനെ വിളിച്ചിട്ട് എൻ്റെ അച്ഛനാക്കാനുള്ള അതിനുള്ളതൊന്നും ആയിട്ടില്ല. പുള്ളി അതൊന്നും നോക്കിയില്ല. എന്തൊരു ക്യാരക്ടർ നീ ഓക്കെയാണോ? ഞാൻ ഇറങ്ങാം. അതേ ഉള്ളൂ. താങ്ക് യു. മലയാളത്തിലെ മമ്മൂട്ടി ചെയ്തിരിക്കുന്നത് പുലി ആണ്. മോഹൻലാൽ ചെയ്തിട്ടുള്ളത് പുലിയാണ്. ഈ സിനിമയിലെ കാട്ടുപന്നിയാണെന്ന് തോന്നുന്നു ഒരു നായകൻ. എങ്ങനെയുണ്ട്? ഇപ്പം ആ മാഡം ചോദിച്ച പോലെ ഒരു വയലൻസ് ഉണ്ടോ എന്ന് സിനിമയെ ചോദിച്ചില്ലേ? നമ്മളെപ്പോഴും മനുഷ്യന്റെ വയലൻസ് ആണ് കാണുന്നത്. ഇത് മൃഗത്തിന്റെ ഉള്ളിലെ ഒരു മനുഷ്യന്റെ വയലൻസിനെ കൃത്യമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പം മനുഷ്യന് മാത്രമല്ല പ്രതികാരവും ഒക്കെ പറയുന്നത്, മൃഗത്തിനുമുണ്ട്. നമ്മളെപ്പോഴും മനുഷ്യന്റെ തലത്തിലൂടെ ചിന്തിക്കുമ്പോഴാണ് പല മൃഗങ്ങളും ഈ പറയുന്ന കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന മൃഗങ്ങളൊക്കെ വില്ലന്മാരാകുന്നത്. പക്ഷെ അത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗം. ഈ സിനിമ കൃത്യമായിട്ട് വരച്ചു കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങൾക്കുമുണ്ട് പ്രതികാര ബുദ്ധി. അത് മനുഷ്യനോടല്ല മൃഗത്തിനോടായാൽ പോലും. അവിടെ ഈ സിനിമ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു. മലയാള സിനിമയിലെ ഒരു നായകസ്ഥാനം അല്ലെങ്കിൽ ഒരു സൂപ്പർ താര പദവി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നായകന്മാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങയുടെ പടത്തിൽ അങ്ങ് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. അതിലെന്ത് ആണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സ്വാഭാവികമായിട്ട് ഫസ്റ്റ് പടമല്ല ഇപ്പൊ കഴിഞ്ഞൊരു പടം. ഇപ്പൊ കഴിഞ്ഞ ദിവസം സെൻസറിങ് ആയിരുന്നു. ആ സിനിമയിൽ നമ്മൾ പ്രധാന 2 പേരെ നായകന്മാരായിട്ട് ഫിക്സ് ചെയ്തതാണ്. പക്ഷെ അവരൊക്കെ പറയുന്നത് 2 വർഷം 3 വർഷം കഴിഞ്ഞ് ഡേറ്റ് തരാമെന്നൊക്കെ പറയുമ്പോൾ ആയസിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് 3 വർഷം ആയസ് കടന്നു പോകുന്ന പോലെയാണ് എൻ്റെ ജീവിതത്തിലും കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഒരിക്കൽ സാധാരണ താരങ്ങളായിട്ട് വന്നിട്ട് പിന്നീട് വലിയ താരങ്ങളായി മാറുമ്പോൾ പിന്നെ അവരുടെ ഡേറ്റ് കിട്ടുക എന്നൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നെപ്പോലും ഒരുപാട് പേര് അത് ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൂവ് ചെയ്തതായിട്ട് പോലും എനിക്കിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഇത് തന്നെ. ഇപ്പം അമീറിനെ എന്നൊരു നടൻ ഈ കഥാപാത്രം ഏറ്റെടുക്കാൻ തയ്യാറായതുപോലെ ഒരു നടന്മാരും ചെയ്യില്ല. കാരണം അവർക്ക് വേണ്ടത് ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സ്ക്രീനിൽ എന്തൊക്കെയാണ് വേണ്ടത് അതല്ല. എന്താ പറയുക, അവർക്ക് വേണ്ട ആഡംബരങ്ങൾ, ക്യാരവൻ, അതൊരു സിനിമയുടെ ടോട്ടാലിറ്റിയിൽ അത് ഒരു സാധാരണ പ്രൊഡ്യൂസറുടെ എന്താ പറയുക കീശിയാണ് കാര്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നടന്മാരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു സാധാരണത്തിൽ നിന്നും അസാധാരണത്തിലേക്ക് വരുമ്പോൾ ആ സിനിമയിൽ അവരുടെ ഇടപെടൽ ഭയങ്കരമാണ്. ആർട്ടിസ്റ്റിനെ കിട്ടാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാനറിന്റെ പ്രശ്നമാണോ അതോ ബന്ധങ്ങളുടെ പ്രശ്നമാണോ അതോ നമ്മളുടെ വിശ്വാസം പറയുന്നതാണോ? എന്താണ് എൻ്റെ കാര്യം പറയാം. അതെനിക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. അതായത് എൻ്റെ ആദ്യ സിനിമയിലും ആ പടത്തിന് അവാർഡ് ഉണ്ടായിരുന്നു. എൻ്റെ ചെയ്ത മിക്ക സിനിമകൾക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പം മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു താരത്തെ വെച്ച് സിനിമ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ മോഹമാണ്.
ഇപ്പോൾ ലോകിതാറിന് മുമ്പിൽ നിവേദ്യത്തിൽ അഭിനയിക്കാൻ ചെന്ന് നടനാകാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ, സംവിധാന സഹായിയായി ചെന്നപ്പോൾ അദ്ദേഹം എന്നെ നടനാക്കിയതാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് ചെന്നപ്പോൾ ആ പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ട് ഒരു മീറ്റിംഗിൽ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, നീ ചെയ്ത ഒരു അവാർഡ് സിനിമ കൊണ്ട് ഇന്ന താരത്തെ നിനക്ക് ഡേറ്റ് കിട്ടില്ല, നീ പ്രൂവ് ചെയ്ത് കാണിക്കുന്നു. ഒരു നടനെ വെച്ച് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടൻ്റെ ഒരു സാമീപ്യം നമുക്ക് വേണം. നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, പുതിയ നടന്മാർക്ക് പലരും ഡേറ്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ പുറകിൽ ഒരു ബിഗ് സപ്പോർട്ട് വരുന്നു. പക്ഷെ അത് കിട്ടാത്ത എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും അവരുടെ അടുത്ത് ആ പ്രഭാവത്തിൻ്റെ അടുത്തേക്ക് പോലും ചെല്ലാൻ പറ്റില്ല. ഈ ആദ്യ സിനിമ ഉൾപ്പെടെ അത് ഞാൻ ഫേസ് ചെയ്തതാണ്.